ഓസ്ട്രേലിയ ആണോ നല്ലത് അതോ ഫിൻലൻഡ് ആണോ നല്ലത്? എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണിത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻസർ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മെയിൻലി നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഒരു ഏജ്, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഹോബീസ്, പിന്നെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാൻസ് എന്തുവാ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏതാ നല്ലത് എന്ന് തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ഈ കുറേ ഫാക്ടേഴ്സൊക്കെ വെച്ച് നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓസ്ട്രേലിയ ആണോ ഫിൻലൻഡ് ആണോ നിങ്ങൾക്ക് ബെറ്റർ എന്ന്. നമ്മളിപ്പോൾ നിങ്ങളുടെ ഒരു ഏജ് നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു 20s ഉള്ളതാണെങ്കിൽ എവിടെ വേണേലും നിങ്ങൾക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏത് കൺട്രി ചൂസ് ചെയ്താലും ആ സമയത്ത് കുഴപ്പമില്ല. ഇവിടുത്തെ വെതറും ഒന്നും ഒരു പ്രശ്നമായിരിക്കത്തില്ല. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി പ്രായമാവും തോറും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. പ്രത്യേകിച്ച് വെതറും പിന്നെ ഇവിടുത്തെ ഒരു ലാംഗ്വേജ് ബാരിയറും ഒക്കെ. അപ്പോൾ നിങ്ങളൊരു 40+ ഒക്കെ ആയ ഒരാളാണെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ഓസ്ട്രേലിയ റാദർ ദാൻ ഫിൻലൻഡ്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു വെതർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിൻലൻഡിൽ വിൻ്റർ ഭയങ്കര ഹാർഷാണ്. ഒരു 6 മാസത്തോളമൊക്കെ നീണ്ടു നിൽക്കും. ഭയങ്കര ഡാർക്ക്നെസ് ഒരു 3 മാസമൊക്കെ കാണും. അപ്പം ചിലപ്പോൾ നിങ്ങൾക്കത് മെൻ്റലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതേസമയം കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഓസ്ട്രേലിയ പെട്ടെന്ന് അഡാപ്റ്റ് ആവും. കാരണം വെതർ നല്ല വാം, സൺഷൈന് അതൊക്കെയുള്ള ഒരു കൺട്രിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബീച്ചസ്. നിങ്ങൾക്ക് ബീച്ചൊക്കെ ഇഷ്ടമാണെങ്കിൽ ഓസ്ട്രേലിയ നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വെതർ വൈസ് നോക്കുകയാണെങ്കിൽ ഐ വുഡ് സേ ഓസ്ട്രേലിയ ഈസ് എ വിന്നർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തണുപ്പ് ഒരു പ്രശ്നമാണ്. അങ്ങനെ തണുപ്പ് കൊണ്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫിൻലൻഡ് ഒരു നല്ല ഓപ്ഷൻ അല്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ ഹെൽത്ത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഫിൻലൻഡിലാണ്. ഇനി നമ്മുടെ ഇവിടുത്തെ ഒരു ലാംഗ്വേജിലോട്ട് വരുവാണെങ്കിൽ, ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് സുവോമിയാണ്, അല്ലെങ്കിൽ ഫിന്നിഷ് ലാംഗ്വേജ് എന്ന് പറയും. അത് അത്ര എളുപ്പമല്ല പഠിച്ചെടുക്കാൻ. ഒരു ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ലാംഗ്വേജാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്കൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കാനുള്ള ഒരു മോട്ടിവേഷനും ഒക്കെ വേണം ഇവിടെ വരുവാണെങ്കിൽ. അതുപോലെ തന്നെ ജോലിയൊക്കെ കിട്ടാൻ ഇവിടെ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാവും. അല്ലെങ്കിൽ അതിനനുസരിച്ച് ജോലിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് കസ്റ്റമർ ഫേസിങ് ജോബ്സ്, അതുപോലെ നഴ്സിംഗ് ജോബ്സ്, ഇതിനൊക്കെ ലാംഗ്വേജ് ഇവിടെ മസ്റ്റാണ്. IT-യിൽ ജോലി ചെയ്യുന്നവർക്കും സയൻറ്റിസ്റ്റിനും ഒക്കെ ലാംഗ്വേജ് അത്ര ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൊണ്ട് തന്നെ മാനേജ് ചെയ്യാം. അപ്പോൾ ലാംഗ്വേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും ഓസ്ട്രേലിയ ഈസ് എ ബെറ്റർ ചോയ്സ്. ഇനി നിങ്ങളുടെ ഒരു ഹോബീസിലോട്ടൊക്കെ വരുവാണെങ്കിൽ, നിങ്ങൾക്കിപ്പം ഒരുപാട് സിനിമയൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയ ആയിരിക്കും ഒരു ബെറ്റർ ചോയ്സ്. കാരണം അവിടെ ഇപ്പം ഇന്ത്യൻ സിനിമകൾ മെൽബണിലും സിഡ്നിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫിൻലൻഡിലെ കാര്യം ഭയങ്കര മോശമാണ്. ഇന്ത്യൻ മൂവീസ് വളരെ കുറവാണ്. മലയാളം മൂവീസ് പിന്നെ ഒട്ടുമേ അങ്ങനെ വരാറില്ല. അപ്പം ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ തന്നെയാണ് ഒരു ബെറ്റർ ചോയ്സ്. ഇനി നിങ്ങൾക്ക് ട്രാവൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും ഫിൻലൻഡ് കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ് ആണ്. കാരണം ഫിൻലൻഡിൽ നിന്ന് മിക്ക കൺട്രീസും വളരെ അടുത്താണ് യൂറോപ്പിൽ. 2-3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വേറൊരു കൺട്രിയിൽ എത്തിച്ചേരാം. അതേസമയം ഓസ്ട്രേലിയയിലാണെങ്കിൽ എല്ലാ കൺട്രീസും കുറച്ച് ദൂരെയാണ്. ഏറ്റവും അടുത്തുള്ളത് ന്യൂസിലൻഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഒരു 8 മണിക്കൂറെങ്കിലും പോയാലേ നമുക്ക് എത്താൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഫിൻലൻഡ് ഈസ് എ ബെറ്റർ ചോയ്സ്. അതുപോലെ നിങ്ങളുടെ മെയിൻ ഒരു എയിം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നതാണെങ്കിൽ ഓസ്ട്രേലിയ വുഡ് ബി എ ബെറ്റർ ചോയ്സ്. കാരണം ഓസ്ട്രേലിയയിലെ സാലറി പൊതുവെ ഫിൻലൻഡിനേക്കാളും അത്യാവശ്യം കൂടുതലാണ്. ഫിൻലൻഡിൽ വരുന്ന ആൾക്കാർ പൈസ എയിം ചെയ്തിട്ട് വരുന്നവരെല്ലാവരും ഒരു സേഫ്റ്റിയും സോഷ്യൽ സെക്യൂരിറ്റിയും ഒക്കെ കണ്ടുകൊണ്ടാണ് മെയിൻലി ആൾക്കാർ ഫിൻലൻഡിലോട്ട് വരുന്നത്. ഇനി നമ്മൾ ടാക്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിൻലൻഡിലെ ടാക്സ് അത്യാവശ്യം വളരെ ഹൈ ആണ് ഓസ്ട്രേലിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിൻലൻഡിലെ സോഷ്യൽ സെക്യൂരിറ്റി ഈസ് മച്ച് ബെറ്റർ ദാൻ ഓസ്ട്രേലിയ. നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി നഷ്ടപ്പെടുകയാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും നല്ല സഹായം ഇവിടെ കിട്ടും. ഓസ്ട്രേലിയയിലും കിട്ടും. പക്ഷേ ഓസ്ട്രേലിയ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് ഈ കാര്യത്തിൽ. നമ്മൾ ആക്റ്റീവ്ലി ജോബ് സെർച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഓസ്ട്രേലിയയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിൻലൻഡിൽ അവർ ഫാമിലി ലൈഫിനും ഔട്ട്സൈഡ് ഓഫ് വർക്ക് ലൈഫിന് അവർ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രൈറ്റീരിയയിൽ ഒന്ന് വർക്ക് ലൈഫ് ബാലൻസ് ആണെങ്കിൽ ഫിൻലൻഡ് ഇസ് എ ക്ലിയർ വിന്നർ. ഓസ്ട്രേലിയയും ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ളൊരു വർക്ക് കൾച്ചറൊക്കെയാണ്. പക്ഷേ പൊതുവേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഫിന്നിഷുകാർ നമ്മുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് വർക്ക് ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പേരൻ്റൽ ലീവ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കിട്ടും. 3 മാസം വരെയൊക്കെ പെയ്ഡ് ലീവ്, പേരൻ്റൽ ലീവ് കിട്ടുന്നതാണ്. പൊതുവേ ഒരു ആനുവൽ ലീവ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിൻലൻഡിൽ ഒരു 5 വീക്സ് മിനിമം കാണും. പിന്നെ ചിലർക്കൊക്കെ 7 വീക്സ് 8 വീക്സ് വരെയൊക്കെ ചില ജോലികളിൽ കിട്ടും. ഓസ്ട്രേലിയയിൽ ഇത് പൊതുവെ 4 വീക്സ് ആണ്.
പിന്നെ ഫുൾ ടൈം ജോബിൻ്റെ അവേഴ്സ് നോക്കുകയാണെങ്കിൽ വീക്കിലി ഒരു 37.5 അവേഴ്സാണ് ഫിൻലൻഡിൽ. ഓസ്ട്രേലിയയിൽ അത് 40-ൽ കൂടുതൽ പോയേക്കാം. അപ്പോൾ നിങ്ങൾ ലീവ് ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിൻലൻഡ് ഇസ് എ ബെറ്റർ ചോയ്സ്. ഇനി നമുക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷൻ കമ്പയർ ചെയ്യാം ഓസ്ട്രേലിയ ആയിട്ട്. ഫിൻലൻഡിൽ സിറ്റിസൻസിന് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അത് സ്കൂൾസ് തൊട്ട് യൂണിവേഴ്സിറ്റീസ് വരെ. ഫിനിഷ് സിറ്റിസൻസിന് മാത്രമല്ല, നിങ്ങളൊരു യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായ ഒരു കൺട്രിയുടെ സിറ്റിസൺ ആണെങ്കിൽ പോലും ഫിൻലൻഡിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, യൂണിവേഴ്സിറ്റീസ് വരെ. പക്ഷേ ഓസ്ട്രേലിയയിൽ ഇത് അങ്ങനെയല്ല. യൂണിവേഴ്സിറ്റീസ് ഫ്രീ അല്ല, ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ് ആണ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഫിൻലൻഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ ഫീസ് ഒന്നും കരുതേണ്ട ആവശ്യമില്ല ഈവൻ യൂണിവേഴ്സിറ്റീസിൽ. പക്ഷേ ഓസ്ട്രേലിയയിൽ ആ കാര്യമല്ല. ഒരുപാട് ലോണൊക്കെ എടുക്കുന്ന ഒരു കൾച്ചറുണ്ട് ഓസ്ട്രേലിയയിൽ. പലർക്കും ഒരുപാട് ലോണൊക്കെ ഉണ്ട്. ഇനി നമ്മൾ സ്കൂൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിനിഷ് സ്കൂൾസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ലോകത്തിൽ. നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മന്ത്രിയൊക്കെ ഇവിടെ വന്ന് ഇവരുടെ സ്കൂൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കി കാണുകയൊക്കെ ചെയ്തിരുന്നു 2 വർഷം മുമ്പ് എന്തോ. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിലും, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഫീസ് ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഫിൻലൻഡ് ഈസ് ഫാർ ബെറ്റർ ദാൻ ഓസ്ട്രേലിയ. ഇനി നമുക്ക് ഇവിടുത്തെ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കാം. മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്. രണ്ടും വളരെ നല്ല ഫെസിലിറ്റീസ് ഒക്കെയാണ്. ഫിൻലൻഡിൽ നിങ്ങൾക്ക് മിക്ക സർജറീസും ഫ്രീ ആണ്. ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഓൾമോസ്റ്റ് ഫ്രീ ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി വന്ന് നിങ്ങളൊരു ആംബുലൻസ് വിളിക്കുകയാണെങ്കിലും അതും ഭയങ്കര ചീപ്പാണ്. ഒരു 2000-3000 നാട്ടിലെ രൂപയൊക്കെ ആകത്തുള്ളൂ. പക്ഷേ ഓസ്ട്രേലിയയിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മൾ പെട്ടെന്നൊരു ആംബുലൻസ് ഒക്കെ വിളിക്കുകയാണെങ്കിൽ അതൊരു $800 വരെയൊക്കെ പോകും. അപ്പം ഒരു 20,000 തൊട്ട് 40,000, 50,000 വരെ രൂപ ഒക്കെ ആംബുലൻസിന് തന്നെ ആവും. പിന്നെ ഫിൻലൻഡിൽ ഒരു ആനുവൽ ക്യാപ്പ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ ബിൽസിന്. ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വർഷം പിന്നെ കൂടുതൽ പൈസയൊന്നും അടയ്ക്കേണ്ടി വരില്ല. അപ്പോൾ ഫിൻലൻഡിൽ അങ്ങനെ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഓസ്ട്രേലിയയിലാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പ്രൈവറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ആവശ്യം വരും. പക്ഷേ ഇവിടെ പബ്ലിക് ഹോസ്പിറ്റൽസ് തന്നെ അത്ര നല്ലതാണ്. അവിടെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്നതാണ്. അപ്പം ഒരു ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ഫിൻലൻഡ് കുറച്ചുകൂടെ ബെറ്ററാണ് ഓസ്ട്രേലിയയെക്കാൾ. ഇനി നമ്മൾ ടാക്സസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിൻലൻഡ് ടാക്സിങ് ഭയങ്കര ഹൈ ആണ്. ഓസ്ട്രേലിയയിൽ കുറച്ച് മോഡറേറ്റ് ആണ്. പക്ഷേ ഫിൻലൻഡിൽ നിങ്ങൾക്ക് അതുപോലുള്ള ഫെസിലിറ്റീസും ഒക്കെ കിട്ടുന്നുണ്ട് ഓസ്ട്രേലിയയെക്കാളിലും. ഇനി നമുക്ക് റിട്ടയർമെൻറ്റ് കമ്പയർ ചെയ്ത് നോക്കാം ഫിൻലൻഡും ഓസ്ട്രേലിയയും തമ്മിൽ. ഫിൻലൻഡിൽ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ പെൻഷൻ കിട്ടും. അത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കിട്ടുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഒരു ഇൻകം എത്രയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നിങ്ങളുടെ പെൻഷൻ ഭയങ്കര കുറവാണെങ്കിൽ നിങ്ങൾക്കൊരു നാഷണൽ പെൻഷൻ കൂടി ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അതിനുള്ളിൽ ഒരു വീട് ഓൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനും ഗവൺമെൻറ്റിൽ നിന്നും ഹൗസിംഗ് അലവൻസ് ഇവിടെ കിട്ടും. ഓസ്ട്രേലിയ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവിടെ പെൻഷൻ ഇല്ല. അവിടെ സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് നമ്മളുടെ ഒരു എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സാലറിയിലോട്ട്. അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് ഒരു 60 പെൻഷൻ ഏജ് കഴിയുമ്പോൾ നമുക്കത് ഫുള്ളി വിഡ്രോ ചെയ്യാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ മന്ത്ലി വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഫണ്ടിലേക്ക് സ്വയം കോൺട്രിബ്യൂട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു റിട്ടയർമെൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ആ ഫണ്ടിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെന്ന് കുറച്ച് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുണ്ട് ഓസ്ട്രേലിയയിൽ. ഫിൻലൻഡിൽ അത്രയും ഒരു സ്ട്രെസ് വരുന്നില്ല. പിന്നെ ഫിൻലൻഡിലെ പെൻഷൻ എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. ഓസ്ട്രേലിയയിലെ സൂപ്പർ ആനുവേഷൻ ടാക്സബിൾ അല്ല. ഇനി നിങ്ങൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് നാട്ടിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ടാക്സ് കൊടുത്താൽ മതി. ഫിൻലൻഡിൽ അവർ പെൻഷന് ടാക്സ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് ഇന്ത്യയിൽ അതിനുള്ളൊരു ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിടത്തൂടെ ഡബിൾ ടാക്സ് വരുന്നില്ല. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഈ സൂപ്പർ ആനുവേഷൻ ടാക്സബിൾ അല്ല. പക്ഷേ നിങ്ങളത് ഇന്ത്യയിൽ വന്നിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് ഗവൺമെൻറ് അതൊരു ഇൻകമായിട്ട് കാണും. അതിൽ ടാക്സ് വരും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു ടാക്സ് റെസിഡൻ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അത് വിഡ്രോ ചെയ്യാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ ചില ഡിഫറൻസസ് ഓസ്ട്രേലിയയും ഫിൻലൻഡും തമ്മിൽ. കുറേയൊക്കെ ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക.